തൃശൂർ നഗരമധ്യത്തിൽ ടി.എൻ. പ്രതാപനെതിരെ പോസ്റ്റർ ഒട്ടിച്ചവരുടെ ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ പ്രസ് ക്ലബിന്റെ പരിസരത്തെ ദൃശ്യങ്ങളാണ് ലഭിച്ചത്. 2 പേരാണ് ദൃശ്യങ്ങളിലുള്ളത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും ടി.എൻ. പ്രതാപനെതിരെ പോസ്റ്റർ ഒട്ടിച്ചവരുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രസ് ക്ലബിന്റെ പരിസരത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും ലഭിച്ചിട്ടുള്ളത്. ആരാണ് ഈ പോസ്റ്റർ പതിച്ചതിന് പിന്നിൽ എന്നുള്ള കാര്യം ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടോ? തൃശൂർ പ്രസ് ക്ലബിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടടുത്താണ് 2 യുവാക്കൾ മാസ്ക് ധരിച്ചിട്ടുണ്ട്. CCTVയിൽ അത് വ്യക്തവുമാണ്. മാസ്ക് ധരിച്ചെത്തിയ യുവാക്കളാണ് ഈ പ്രസ് ക്ലബിന്റെ ചുവരിൽ തന്നെ ഇത്തരത്തിൽ ടി.എൻ. പ്രതാപനെതിരെ കടുത്ത ഭാഷയിലുള്ള ഒരു 2-3 പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ ആദ്യം കാണുന്നത് ഇന്ന് രാവിലെ പ്രസ് ക്ലബ്ബ് തുറക്കാനെത്തിയ ഓഫീസ് സ്റ്റാഫാണ്, ഓഫീസ് സെക്രട്ടറിയാണ് ഈ പോസ്റ്റർ പതിച്ച വിവരം ആദ്യം കാണുന്നത്. പിന്നീടാണ് അത് മാധ്യമങ്ങൾ അറിയുന്നതും ഒക്കെ. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് വാർത്ത നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് മുരളി മന്ദിരത്തിന്റെ മതിലിലും ഇത്തരത്തിൽ സമാന രീതിയിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ തൃശ്ശൂരിലെ പരാജയത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളാണ് തൃശ്ശൂരിലെ കോൺഗ്രസിലുണ്ടായത്. മുരളി പക്ഷവും മറ്റുള്ളവരുമൊക്കെയായി വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും ഒക്കെ നടന്നിരുന്നു. പിന്നീട് അത് കെട്ടടങ്ങുകയും ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കെ പടിവാതിക്കൽ നിൽക്കുകയാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്ററുകൾ സേവ് കോൺഗ്രസിന്റെ പേരിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ പോസ്റ്ററിൽ വലിയ രീതിയിലാണ് ടി.എൻ. പ്രതാപനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കെ കരുണാകരന്റെ കുടുംബത്തെ ചതിച്ച യൂദാസാണ് പ്രതാപൻ എന്നാണ്, അദ്ദേഹത്തിന് മാപ്പില്ല എന്നും ഉള്ള വലിയൊരു രൂക്ഷമായ ഭാഷയിലാണ് ഈ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല തൃശ്ശൂരിലെ കോൺഗ്രസിനെ തകർക്കുന്ന കാലനാണ് പ്രതാപൻ എന്നത് ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള കടുത്ത ഭാഷയിലുള്ള പ്രയോഗങ്ങളും ഈ പോസ്റ്ററിലുണ്ട്. ലീഡറുടെ കുടുംബത്തോട് പ്രതാപൻ എന്തിനാണ് ഇത്ര പക? പത്മജ വേണുഗോപാലിനെ തോൽപ്പിച്ച് പാർട്ടിയിൽ നിന്നും പുറത്താക്കി കെ മുരളീധരനെ കൂടെ നിന്ന് കുഴിച്ചു മൂടി എന്നത് ഉൾപ്പെടെയുള്ള വരികളാണ് ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് ഇതിന് പിന്നിലുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. 2 യുവാക്കൾ ആണ് ഇത്തരത്തിൽ വന്ന് പോസ്റ്റർ ഒട്ടിച്ചത്. യുവാക്കളുടെ പുറകിൽ ആരാണ്, വലിയ മറ്റു നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും വ്യക്തതയില്ല. എന്തായാലും തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും DCC നേതൃത്വവും ഇത്തരത്തിലുള്ള ഈ സംഭവം വലിയ വാർത്തയോടുകൂടി എന്താണ് ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന് പുറകിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായി അവരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് DCC നേതൃത്വമോ മറ്റു കോൺഗ്രസ് നേതാക്കളോ ആരും തയ്യാറായിട്ടില്ല. എന്തായാലും CCTV ദൃശ്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 യുവാക്കളാണ് ഇന്നലെ രാത്രി 12 മണിയോട് അടുത്ത് തൃശൂർ പ്രസ് ക്ലബിന്റെ ചുവരിത്തരത്തിൽ ടി.എൻ. പ്രതാപനെ രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലുള്ള പോസ്റ്റർ പതിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുള്ളത്. സേവ് കോൺഗ്രസ് എന്നുള്ള പേരിലാണ് ആ പോസ്റ്ററുകളൊക്കെ പതിച്ചിട്ടുള്ളത്. മുരളി മന്ദിരത്തിന്റെ പൂന്നത്തുള്ള മുരളി മന്ദിരത്തിന്റെ മതിലിലും ഇത്തരത്തിൽ പോസ്റ്ററുകൾ നേരത്തെയും പല രാഷ്ട്രീയ നേതാക്കളെയും ഇത്തരത്തിൽ രൂക്ഷമായി വിമർശിച്ച് സേവ് കോൺഗ്രസ് എന്ന പേരിൽ തന്നെ സമാന രീതിയിലുള്ള പോസ്റ്ററുകൾ തൃശൂർ പ്രസ് ക്ലബിന്റെ പരിസരത്തും DCC ഓഫീസിന്റെ പരിസരത്തും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിലായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കിയ തരത്തിൽ ടി.എൻ. പ്രതാപനെതിരെ രൂക്ഷ വിമർശനമായാണ് ഇപ്പോൾ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കാർത്തു. ശരി, വ്യക്തമാണ്. അനീഷാണ് വിവരങ്ങൾ നൽകിയത്.